JRC സെലക്ഷൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? സ്വിറ്റ്സർലൻഡ്. ട്രാഫിക് അടയാളങ്ങളെ എത്രയായാണ് തരംതിരിച്ചിരിക്കുന്നത്? 3. റെഡ് ക്രോസിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യം, ദീനകാരുണ്യം, നിഷ്പക്ഷത. ഏത് ജില്ലയിലാണ് മലയാളക്കരയിലെ ആദ്യ JRC യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്? പാലക്കാട്. ബോബർ യുദ്ധകാലത്ത് വോളണ്ടിയറായിരുന്ന ഒരു നേതാവ് ആരാണ്? മഹാത്മജി. മലയാളക്കരയിലെ ആദ്യ മോഡൽ JRC യൂണിറ്റ് ഏത് ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത്? കൊല്ലം ജില്ലയിൽ. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ജീൻ ഹെൻറി ഡുനന്റ്. ഐവർ സംഘത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? തിയോഡർ മൗനോയർ. JRC യൂണിറ്റിൻ്റെ ചുമതലയുള്ള ആളിനെ എന്താണ് വിളിക്കുന്നത്? കൗൺസിലർ. റെഡ് ക്രോസ് സ്ഥാപകൻ്റെ മാതാവിൻ്റെ പേരെന്താണ്? അന്റോയിനറ്റ്. ഐവർ സംഘത്തിൻ്റെ കാര്യദർശി ആരായിരുന്നു? ജീൻ ഹെൻറി ഡുനന്റ്. അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ. JRCയുടെ മോട്ടോ എന്താണ്? സേവനം. കാലാകാലങ്ങളിൽ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ഏത് സെക്ഷനിലാണ് പെടുന്നത്? 112. സോൾഫെറിനോ സുവനീർ എന്നത് ഏത് ഭാഷയിലാണ് രചിച്ചത്? ഫ്രഞ്ച്. ഏറ്റവും ശക്തിയുള്ള ഗിയർ ഏതാണ്? റിവേഴ്സ് ഗിയർ. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനമോടിക്കാൻ പാടില്ല എന്നത് സെക്ഷൻ നമ്പർ ഡാഷിൽ പെടുന്നു? 135. കേരളത്തിലെ ആദ്യ മാതൃകാ യൂണിറ്റ് ഏത് സ്കൂളിലാണ് പ്രവർത്തിക്കുന്നത്? പാലക്കാട് സെൻറ് തോമസ് മിഷൻ സ്കൂൾ. റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് 2ാമത് നോബൽ സമ്മാനം ലഭിച്ചത് എന്നാണ്? 1944. 1920 ആക്ട് 15 അനുസരിച്ച് ഏത് രാജ്യത്താണ് റെഡ് ക്രോസ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്? ഇന്ത്യയിൽ. സംസ്ഥാന റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് ആരാണ്? ഗവർണർ. എത്ര അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം? 206 അസ്ഥികൾ. ഏറ്റവും ശക്തിയുള്ള ഫോർവേഡ് ഗിയർ ഏതാണ്? ഫസ്റ്റ് ഗിയർ. റെഡ് ക്രോസിൻ്റെ ഭാഗമായ ഒരു കാൽനടക്കാരൻ റോഡിൻ്റെ ഏത് വശത്തു കൂടിയാണ് യാത്ര ചെയ്യേണ്ടത്? വലതുവശത്ത്. റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് 1ാമത് നോബൽ സമ്മാനം ലഭിച്ചത് എന്നാണ്? 1917. അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം എവിടെ? ജനീവ. പെർമിറ്റ് രജിസ്ട്രേഷനും പ്രകാരം അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഭാരം കയറ്റാൻ പാടില്ല എന്നത് ട്രാഫിക് നിയമത്തിലെ ഏത് സെക്ഷനിലാണ് ഉൾപ്പെടുന്നത്? 113. സമാന സ്വഭാവമുള്ള കോശ സമൂഹത്തെ ഡാഷ് എന്ന് പറയുന്നു? ടിഷ്യൂ. ജില്ലാ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് ആരാണ്? കളക്ടർ.
റെഡ് ക്രോസിൽ ആയുഷ്കാല മെമ്പർഷിപ്പിന് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്? 500 രൂപ. പെട്രോൾ ചെലവ് കുറഞ്ഞ ഗിയർ ഏതാണ്? ടോപ്പ് ഗിയർ. ഏത് യുദ്ധത്തിൻ്റെ കെടുതികളാണ് ഹെൻറി ഡുനന്റിനെ റെഡ് ക്രോസ് തുടങ്ങാൻ പ്രേരിപ്പിച്ചത്? സോൾഫെറിനോ യുദ്ധം. YRCയുടെ പൂർണ്ണരൂപം? യൂത്ത് റെഡ് ക്രോസ്. WHOയുടെ പൂർണ്ണരൂപം? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. സോൾഫെറിനോ യുദ്ധം ഏത് വർഷമാണ്? 1859 ഇറ്റലിയിലായിരുന്നു. NCCയുടെ പൂർണ്ണരൂപം? നാഷണൽ കേഡറ്റ് കോർപ്സ്. യുദ്ധക്കെടുതികളിൽ ഇരയാകുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട സംഘടന ഏത്? റെഡ് ക്രോസ്. യുദ്ധത്തടവുകാരോട് മനുഷ്യത്വപരമായി പെരുമാറാനുള്ള പെരുമാറ്റച്ചട്ടമായ ജനീവ കൺവെൻഷൻ ഏത് സംഘടനയുടെ പ്രേരണയിലാണ് നിലവിൽ വന്നത്? റെഡ് ക്രോസ് സംഘടനയുടെ പ്രേരണയിൽ. ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിൻ്റെ ചുരുക്കെഴുത്ത്? ICRC. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ മേഖല ഏതാണ്? സേവനം. IRCSൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. ഹോൺ മുഴക്കാൻ പാടില്ലാത്ത സ്ഥലം ഏതൊക്കെയാണ്? കോടതി. ഗാന്ധിജിയുടെ ഉറ്റ സുഹൃത്തും ഫ്രഞ്ച് സാഹിത്യകാരനുമായ ആരാണ് റെഡ് ക്രോസിനു വേണ്ടി സേവനം ചെയ്തിട്ടുള്ളത്? റോമൻ റോളണ്ട്. മാനസികമോ ശാരീരികമോ ആയ അസുഖം ബാധിച്ച ആൾ വാഹനം ഓടിക്കാൻ പാടില്ല എന്നത് സെക്ഷൻ നമ്പർ ഡാഷിൽ പെടുന്നു? 196. തലയോട്ടി എത്ര അസ്ഥികൾ ചേർന്നതാണ്? 28 അസ്ഥികൾ ചേർന്നതാണ് തലയോട്ടി. മെയ് 8 ആരുടെ ജന്മദിനമാണ്? ജീൻ ഹെൻറി ഡുനന്റ്. റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് ഹെൻറി ഡുനന്റിൻ്റെ ജന്മദിനമായ മെയ് 8. ഹെൻറി ഡുനന്റിൻ്റെ മരണം എന്നായിരുന്നു? 1910 ഒക്ടോബർ 30. റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് 3ാമത് നോബൽ സമ്മാനം ലഭിച്ചത് എന്നാണ്? 1963. റെഡ് ക്രോസ് സ്ഥാപകൻ്റെ പിതാവിൻ്റെ പേര്? ജീൻ ജാക്വസ്. JRC യൂണിറ്റ് പ്രസിഡന്റ് ആരാണ്? പ്രഥമ അധ്യാപകൻ. ഏറ്റവും കൂടുതൽ തവണ, അതായത് 3 തവണ നോബൽ സമ്മാനം ലഭിച്ച സംഘടന? റെഡ് ക്രോസ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. റെഡ് ക്രോസ് പതാകയുടെ നിറം? വെള്ള. ഇന്ത്യയിൽ ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റി ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? പഞ്ചാബ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കും. ജീൻ ഹെൻറി ഡുനന്റ് സോൾഫെറിനോ യുദ്ധത്തിൻ്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് എഴുതിയ പുസ്തകം ഏതാണ്? എ മെമ്മറി ഓഫ് സോൾഫെറിനോ 1862. കേരള റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? വഞ്ചിയൂർ, തിരുവനന്തപുരം. ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിച്ചത് ആരാണ്? ക്ലാര ബർട്ടൺ.
ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാൻ? കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി. 2005 റെഡ് ക്രോസ് സംഘടന അംഗീകരിച്ച പുതിയ ചിഹ്നം? റെഡ് ക്രിസ്റ്റൽ. റെഡ് ക്രോസ് സൊസൈറ്റി എന്ന പേര് നെതർലാൻഡ് ഔദ്യോഗികമായി അംഗീകരിച്ചത്? 1867. അമേരിക്കയിലെ അടിമത്ത നിർമ്മാർജ്ജനത്തിന് ഏറെ സഹായിച്ച ഗ്രന്ഥം? അങ്കിൾ ടോംസ് ക്യാബിൻ. അമേരിക്കൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രഥമ വനിതാ പ്രസിഡന്റ്? ക്ലാര ബർട്ടൺ. അവശരും വികലാംഗരുമായ ഭടന്മാർക്ക് വേണ്ടി റെഡ് ക്രോസ് 1946 സ്ഥാപിച്ച ഭവനം എവിടെയാണ്? ബാംഗ്ലൂർ. മുസ്ലിം രാജ്യങ്ങളിൽ റെഡ് ക്രോസ് അറിയപ്പെടുന്നത്? റെഡ് ക്രസൻറ്റ്. ഫ്രെഡറിക് പാസിയുമായി ആദ്യത്തെ സമാധാന നോബൽ സമ്മാനം പങ്കുവച്ച റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ? ജീൻ ഹെൻറി ഡുനൻ്റ്. റെഡ് ക്രോസ് അന്തർദേശീയ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം? 25. ഏത് രാജ്യം ഔദ്യോഗികമായി അംഗീകരിച്ചതിനു ശേഷമാണ് റെഡ് ക്രോസ് സൊസൈറ്റി എന്ന പേര് ലഭിച്ചത്? നെതർലാൻഡ്. ട്രാഫിക് അടയാളങ്ങൾ തിരിച്ചറിയുക. ആദ്യത്തേത് ഇടത്തോട്ട് തിരിയുക. അടുത്തത് ആശുപത്രിയുടെ ട്രാഫിക് അടയാളമാണ്. അടുത്തത് വിശ്രമസ്ഥലം, പാർക്കിംഗ്, സൈക്കിൾ സ്റ്റാൻഡ്. ഇരുവശവും പാർക്ക് ചെയ്യാം. ഇടുങ്ങിയ പാലം, മുന്നിൽ ഇടുങ്ങിയ റോഡ്. പ്രവേശനമില്ല. സ്റ്റോപ്പ്. അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ്. ഈ ട്രാഫിക് അടയാളം ഏതാണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.